ഈ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ചില വ്യക്തികൾക്കുണ്ടായ ദർശനങ്ങളും ചില വ്യക്തികൾക്കുണ്ടായ സ്വപ്നങ്ങളും പ്രത്യക്ഷപ്പെടലുകളും ദൈവത്തിൻ്റെയും അതുപോലെ മാതാവിൻ്റെയും മറ്റ് വിശുദ്ധരുടെയും ഒക്കെ പ്രത്യക്ഷപ്പെടലുകൾ, സ്വപ്നങ്ങൾ, ദർശനങ്ങൾ, ഇവയുടെ പുറകിലുള്ള അർത്ഥങ്ങൾ, ഇതിനെല്ലാം ബൈബിൾ നൽകുന്ന പ്രാധാന്യതകൾ എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മൂന്നാമത്തെ ഭാഗത്തിലേക്കാണ് നമ്മളിപ്പോൾ പോകുന്നത്. മൂന്നാമത്തെ ഭാഗത്തിലേക്ക് വരുമ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ടത് ഐക്കണോക്ലാസം എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ് നമ്മൾ ഇന്ന് മനസ്സിലാക്കുന്നത്. ഐക്കണോക്ലാസം എന്ന് പറയുന്ന ഒരു സബ്ജക്റ്റാണ് നമ്മളിന്ന് മനസ്സിലാക്കുന്നത്. എന്താണ് ഐക്കണോക്ലാസം? ഇത് ഏത് കാലഘട്ടത്തിലാണ് ഉണ്ടായത്? ആരാണ് ഐക്കണോക്ലാസ്റ്റുകൾ? ഇവരെ എന്തുകൊണ്ടാണ് ഐക്കണോക്ലാസ് എന്ന് വിളിക്കുന്നത്? ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമ്മളിന്ന് മനസ്സിലാക്കുവാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഐക്കണോക്ലാസം എന്ന് പറയുന്നത് ഇതൊരു ഗ്രീക്ക് വാക്കാണ്. അതായത് പ്രതിച്ഛായ തകർക്കുന്നവൻ എന്നാണ് അതിൻ്റെ അർത്ഥം. ദേവാലയങ്ങളിലോ മറ്റ് ഏതെങ്കിലും ആരാധന സമൂഹങ്ങളിലോ ഏതെങ്കിലും തരത്തിലുള്ള വിഗ്രഹങ്ങളോ ഐക്കണുകളോ ഇമേജുകളോ ഒക്കെ വയ്ക്കുമ്പോൾ ആ വയ്ക്കുന്നതിനെതിരെ ശക്തമായി ആരൊക്കെ പ്രതിഷേധിക്കുന്നോ, ആരൊക്കെ പ്രതികരിക്കുന്നുവോ, ആരൊക്കെ ആ വിഗ്രഹത്തെ തച്ചുടയ്ക്കുന്നുവോ അവരെയെല്ലാം ഐക്കണോക്ലാസ്റ്റുകളായി കണക്കാക്കപ്പെട്ടിരുന്ന ഒരു കാലഘട്ടമായിരുന്നു ഏകദേശം 8-ാം നൂറ്റാണ്ട് എന്ന് പറയുന്ന കാലഘട്ടം. ദൈവത്തിൻ്റെ പ്രതിച്ഛായയായ വിഗ്രഹത്തെയോ സ്വരൂപങ്ങളെയോ തകർക്കുന്നവനെ ഐക്കണോക്ലാസം ബാധിച്ചവൻ എന്ന് പറയും, അല്ലെങ്കിൽ ഐക്കണോക്ലാസ്റ്റുകൾ എന്ന് വിളിക്കും. അതായത് ഒരു കളിമണ്ണിൽ ഒരു രൂപം ഉണ്ടാക്കി വെച്ചു കഴിഞ്ഞാൽ അതിനെ തകർക്കാൻ ഫ്രണ്ടിൽ നിൽക്കുന്നവരെയാണ് ഐക്കണോക്ലാസ്റ്റുകൾ എന്ന് പറഞ്ഞ് വിഗ്രഹത്തിനെതിരെ സംസാരിക്കുന്നവരെ ഐക്കണോക്ലാസ്റ്റ് ആക്കും, വിഗ്രഹത്തെ തല്ലിപ്പൊട്ടിക്കുന്നവരെ ഐക്കണോക്ലാസ്റ്റ് ആക്കും. അങ്ങനെ ഐക്കണോക്ലാസമായി ഒരു ഗ്രൂപ്പിനെ മാറ്റി അന്നത്തെ സഭ. ഇതിനെക്കുറിച്ച് കൂടുതൽ നമ്മൾ മനസ്സിലാക്കാൻ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഏകദേശം 8-ാം നൂറ്റാണ്ടിൽ ലയോ മൂന്നാമൻ ചക്രവർത്തിയുടെ കാലത്താണ് 717, 740 AD 717, 740 കാലഘട്ടങ്ങളിൽ പൗരസ്ത്യ സഭയിൽ ഐക്കണോക്ലാസം കൊടുമ്പിരിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. അതായത് വിശുദ്ധരുടെ തിരുസ്വരൂപങ്ങളും ചിത്രങ്ങളും നശിപ്പിക്കുന്നതിനായി AD 726 ലയോ രാജാവ് കൽപ്പന പുറപ്പെടുവിച്ചു. അതേ തുടർന്ന് പ്രതിമകൾക്കും ചിത്രങ്ങൾക്കുമെതിരെ രൂക്ഷമായ ഒരു വിപ്ലവം തന്നെ ഉണ്ടായി. വീടുകളിൽ വയ്ക്കാൻ അനുവാദമില്ല, ചർച്ചുകളിൽ വയ്ക്കാൻ അനുവാദമില്ല. ശക്തമായി ലയോ മൂന്നാമൻ രാജാവ് പ്രതിമകൾക്കെതിരെ, ചിത്രങ്ങൾക്കെതിരെ, ഐക്കണുകൾക്കെതിരെ നിന്നു. ഭയങ്കരമായിട്ടുള്ള വിപ്ലവം പൊട്ടിപ്പുറപ്പെട്ടു. ഇതിനെയാണ് ഐക്കണോക്ലാസം എന്ന് വ്യക്തമായി മനസ്സിലാക്കുക. ഈ പൊട്ടിപ്പുറപ്പെട്ട യുദ്ധത്തെ, അല്ലെങ്കിൽ ഈ പൊട്ടിപ്പുറപ്പെട്ട രൂക്ഷമായ വിപ്ലവത്തെയാണ് ഐക്കണോക്ലാസം എന്ന് പറയുന്നത്. പ്രതിച്ഛായ തകർക്കാൻ ഇറങ്ങിത്തിരിച്ചവർ. അതിൽ ഫ്രണ്ടിൽ നിന്നത് ലയോ മൂന്നാമൻ ചക്രവർത്തിയാണ്. ഇതിൽ ശ്രദ്ധിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം നിങ്ങൾ നോക്കണം. കത്തോലിക്ക സഭയുടെ മതബോധന ഗ്രന്ഥം അനുസരിച്ചിട്ട് അവർക്ക് വിഗ്രഹങ്ങളില്ല, പകരം അവർ നിർമ്മിക്കുന്നത് തിരുസ്വരൂപങ്ങളാണ്. ജാതികളായിട്ടുള്ളവർ നിർമ്മിക്കുന്നതാണ് വിഗ്രഹങ്ങൾ. നിങ്ങൾ നോക്കണമേ, കളിമണ്ണ് കൊണ്ട് ഒരു ശില്പി, ഒരു അക്രൈസ്തവനായ വ്യക്തി അവൻ്റെ ഒരു ഗോത്ര ദൈവത്തെ, ഒരു പ്രാദേശിക ദൈവത്തെ അവൻ കളിമണ്ണ് കൊണ്ട് നിർമ്മിച്ച് അവൻ അതിന് ഒരു പേരിടുമ്പോൾ, ഏതെങ്കിലും ഒരു പേരിടുമ്പോൾ, ഇപ്പുറത്തെ സൈഡിൽ ക്രിസ്ത്യാനിക്കും ഇതുപോലെ തന്നെ അതേ കളിമണ്ണ് കൊണ്ട് അതേ ശില്പി അദ്ദേഹത്തിൻ്റെ അകത്തിരിക്കുന്ന ഒരു ഇമേജ്, മൂക്കും കണ്ണും ഒക്കെ വരച്ച് വെച്ച് കൊടുക്കുമ്പോൾ അത് സ്വരൂപമായി, ക്രിസ്ത്യാനിയുടെ ഇടയിൽ വരുമ്പോൾ സ്വരൂപമായി, അക്രൈസ്തവരുടെ ഇടയിൽ വരുമ്പോൾ അത് വിഗ്രഹമായി. രണ്ടും കളിമണ്ണാണ്, രണ്ടും നിർമ്മിച്ചത് ഒരേ ശില്പിയാണ്. അങ്ങനെ ദൈവത്തിൻ്റെ പകരമായ സ്വരൂപത്തെ ആരൊക്കെ തല്ലിപ്പൊട്ടിക്കുന്നോ അവരെല്ലാം ഐക്കണോക്ലാസ്റ്റുകളായി ചിത്രീകരിച്ചു. ഇനി ഐക്കണോക്ലാസ്റ്റായി ചിത്രീകരിക്കുമ്പോൾ അവിടെ മറ്റൊരു അപകടം കൂടെ കിടപ്പുണ്ട്. ഇവരെന്തുകൊണ്ടാണ് ഈ ഐക്കണോക്ലാസ്റ്റ് എന്ന വാക്കുകൊണ്ട് ഒരു ഗ്രൂപ്പിനെ അപമാനിക്കാൻ ശ്രമിക്കുന്നത് എന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, അന്നത്തെ സഭ വിഗ്രഹങ്ങൾക്കെതിരെ സംസാരിക്കുകയോ പ്രതിമകൾക്കെതിരെ സംസാരിക്കുകയോ അതിനെ അപമാനിക്കുന്ന വിധത്തിലുള്ള പ്രവൃത്തികൾ ചെയ്യുകയോ ആ സ്വരൂപങ്ങളെ തച്ചുടയ്ക്കുകയോ തല്ലി ഉടയ്ക്കുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരെ ഐക്കണോക്ലാസ്റ്റുകളായി ചിത്രീകരിക്കുമ്പോൾ അതിൻ്റെ പുറകിൽ മറ്റൊരു ഹിഡൻ അജണ്ടയും കൂടെ അന്നത്തെ സഭ ഉണ്ടാക്കി വെച്ചു.
ആ ഹിഡൻ അജണ്ട എന്ന് പറയുന്നത് 7-ാം നൂറ്റാണ്ട് കഴിഞ്ഞപ്പോൾ ഇസ്ലാം ശക്തമായി ലോകത്തിൽ വരാൻ തുടങ്ങി. പല ക്രിസ്തീയ കേന്ദ്രങ്ങളെയും ക്രിസ്തീയ രാജ്യങ്ങളിലും ഇസ്ലാം മതം വിശ്വാസം ഉറപ്പിച്ചു. ഇസ്ലാം മതത്തിൽ ഐക്കണുകളില്ല, പ്രതിമകളില്ല, സ്വരൂപങ്ങളില്ല, വിഗ്രഹങ്ങളില്ല, ഒന്നും തന്നെയില്ല. അങ്ങനെ ഇസ്ലാമിൻ്റെ പ്രബോധനം ഉൾക്കൊണ്ടിട്ടാണ് ലയോ മൂന്നാമൻ ചക്രവർത്തിയും അദ്ദേഹത്തിൻ്റെ കൂടെ ഇസ്ലാമിസ്റ്റുകളോടുള്ള താല്പര്യം മൂലം ഒരു കൂട്ടർ ചേർന്ന് സഭയ്ക്കെതിരെ ആഞ്ഞടിക്കുകയാണെന്ന് അന്നത്തെ സഭാ സിനഡ് അല്ലെങ്കിൽ അന്നത്തെ സഭാ സമൂഹം ശക്തമായി പ്രചരിപ്പിച്ചു. നിങ്ങൾ നോക്കണം, ദൈവവചനത്തിൻ്റെ ഒരു സാക്ഷിയായി മാറുന്ന വിധത്തിൽ ദൈവവചനത്തിൻ്റെ സത്യം ലോകത്തിന് കൊടുക്കാൻ വേണ്ടി അപ്പസ്തോലികന്മാരുടെ പാരമ്പര്യത്തിൽ നിന്നിരുന്ന ഒരു വിശ്വാസി അല്ലെങ്കിൽ ഒരു രാജാവ്, അദ്ദേഹം ഈ ഐക്കണുകൾക്കെതിരെ സംസാരിക്കുകയും ഐക്കണുകളെ തച്ചുടക്കുകയും ചെയ്തപ്പോൾ ലയോ മൂന്നാമൻ രാജാവിനെയും അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നവരെയും ഇസ്ലാമിസ്റ്റിൻ്റെ ചാരന്മാരായി അന്നത്തെ സഭ പ്രഖ്യാപിക്കുകയും വ്യാഖ്യാനിക്കുകയും ചെയ്തു എന്നുള്ളത് ഒരു നഗ്ന സത്യം തന്നെയാണ്. ഇനിയാണ് വളരെ ശ്രദ്ധിക്കേണ്ടത്. ഐക്കണോക്ലാസത്തിനെതിരെ ലയോ മൂന്നാമൻ രാജാവ് ശക്തമായി നിൽക്കുമ്പോൾ അന്നത്തെ AD 675 749 ഈ കാലഘട്ടത്തിലുള്ള ജോൺ ഡമാസ്കസ് എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം തിരുസ്വരൂപങ്ങളും ഐക്കണുകളും പുനഃപ്രതിഷ്ഠിക്കുന്നതിനായി പല പ്രബോധനങ്ങളും നടത്തി. ലയോ മൂന്നാമൻ രാജാവിൻ്റെ അടുക്കൽ പോയി പല പ്രബോധനങ്ങളും നടത്തി. ആ സമൂഹത്തോട് പറഞ്ഞു, ഐക്കണുകൾ വേണം, ചിത്രങ്ങൾ വേണം, സ്വരൂപങ്ങളാണ്, അതെല്ലാം ക്രിസ്തുവിനെ പ്രതിനിധീകരിക്കുന്നതാണ്, അതിലെല്ലാം ക്രിസ്തുവിൻ്റെ സാന്നിധ്യമുള്ളതാണ്. ഈ തരത്തിൽ ഭയങ്കരമായിട്ടുള്ള ഒരു വാദകോലാഹലങ്ങളൊക്കെ നടത്തിയിട്ട് ഈ ദമസ്കാസിലെ ജോൺ പോയിട്ട് ഈ ചക്രവർത്തിയുമായി സ്വരൂപങ്ങളും ഐക്കണുകളും പുനഃപ്രതിഷ്ഠിച്ചേ മതിയാകത്തുള്ളൂ എന്ന തരത്തിൽ ശക്തമായ പ്രബോധനങ്ങൾ നടത്തി. ആ ടൈമിൽ കോപാകുലനായ ലയോ മൂന്നാമൻ രാജാവ് അദ്ദേഹം ഖലീഫയോട് ഇക്കാര്യം അവതരിപ്പിക്കുകയും ഖലീഫ ഈ ജോൺ ദമസ്കാസിനെ രാജ്യദ്രോഹിയായി പ്രഖ്യാപിക്കുകയും ചെയ്തു എന്ന് ഹിസ്റ്ററികളിൽ കാണുന്നുണ്ട്. ഖലീഫ രാജ്യദ്രോഹിയായി ജോണിനെ മുദ്രകുത്തി. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ കിങ്കരന്മാരോട് പറഞ്ഞു, ഈ രാജ്യദ്രോഹിയായ ജോണിൻ്റെ കൈ, അദ്ദേഹം എഴുതാൻ ഉപയോഗിക്കുന്ന അദ്ദേഹത്തിൻ്റെ വലത് കൈ വെട്ടിയെടുത്തുകൊണ്ട് വരിക, എന്നിട്ട് ചന്തയിൽ കൊണ്ടുപോകുക എന്ന് പറഞ്ഞു. ഇത്രയും കാര്യങ്ങൾ അതിനകത്ത് സംഭവിച്ചു. അങ്ങനെ ഖലീഫയും ഖലീഫയുടെ ആൾക്കാരും വന്ന് ജോണിൻ്റെ വലത് കൈ വെട്ടിയെടുത്തുകൊണ്ട് ചന്തയിൽ പോയി. വൈകുന്നേരമായപ്പോൾ ജോൺ ദമാസ്കസ് ഖലീഫയുടെ അടുക്കൽ പോയി തൻ്റെ കൈ തിരിച്ചു തരണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ വെട്ടിയെടുത്ത കൈ ഖലീഫ തിരിച്ചു കൊടുത്തു ജോണിന്. ഈ മുറിഞ്ഞ കൈയുമായി ജോൺ വന്ന് പ്രാർത്ഥിക്കാനിരുന്നത് മാതാവിൻ്റെ ഒരു സ്റ്റാച്യുവിൻ്റെ മുമ്പിലാണ്. അപ്പോൾ ബാക്കി ഐക്കണുകളെല്ലാം നശിപ്പിക്കപ്പെട്ടപ്പോഴും അദ്ദേഹത്തിൻ്റെ റൂമിൽ ഒരു ഐക്കൺ വെച്ചിട്ടുണ്ടായിരുന്നു, മാതാവിൻ്റെ ഒരു ഐക്കൺ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഐക്കണിന് മുമ്പിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ഒരു സൈഡിൽ വേദന, മറു സൈഡിൽ പ്രാർത്ഥന. അങ്ങനെ എത്ര സമയം പ്രാർത്ഥിച്ചു എന്ന് അദ്ദേഹത്തിന് അറിയത്തില്ല. അദ്ദേഹം ഉറങ്ങി, അവസാനം ബോധമില്ലാതെ ഉറങ്ങി. പ്രാർത്ഥിച്ച് കിടന്നുറങ്ങിയ സമയത്ത് ജോണൊരു സ്വപ്നം കാണുക, മാതാവ് തൻ്റെ അടുക്കൽ വരുന്നതും മാതാവ് വന്ന് ഈ മുറിഞ്ഞ കൈ അദ്ദേഹത്തിന് ഒട്ടിച്ചു കൊടുക്കുന്നതും ഒക്കെയായ ഒരു സ്വപ്നം അദ്ദേഹം കണ്ടു. അദ്ദേഹം ഉറക്കത്തിൽ നിന്ന് ഉണർന്നു നോക്കിയപ്പോൾ തനിക്ക് വേദന അനുഭവപ്പെടുന്നില്ല. താൻ നോക്കിയപ്പോൾ തൻ്റെ മുറിഞ്ഞ കൈ യഥാസ്ഥാനത്ത് വീണ്ടും അതുപോലെ ഇരിപ്പുണ്ട്. അതായത് ഖലീഫ മുറിച്ചെടുത്ത കൈ ഇപ്പോൾ ജോണിൻ്റെ ശരീരത്തിൽ അതുപോലെ തന്നെ ഫിക്സ് ആക്കി വെച്ചു മാതാവ്. ഇതിന് നന്ദി സൂചകമായിട്ട് എന്തെങ്കിലും ചെയ്യണ്ടേ? ഇതിന് നന്ദി സൂചകമായിട്ട് ജോൺ ചെയ്ത ഒരു കാര്യമാണ്, തൻ്റെ മുമ്പിലിരുന്ന ആ മാതാവിന്, താൻ ഏത് മാതാവിനോടൊപ്പമാണ് പ്രാർത്ഥിച്ചത്, ആ മാതാവിന് 3 കൈ വരച്ചു വെച്ചു, 3 കൈ സമ്മാനിച്ചു. മാതാവിൻ്റെ 2 കൈയും ഇതാ ജോൺ ദമാസ്കസിൻ്റെ ഒരു കൈയും കൂടെ, ഒരു വെള്ളി കൈയും കൂടെ വെച്ച് ചേർത്ത് വെച്ച് ഈ കാണുന്ന തരത്തിലുള്ള രൂപവും ഈ കാണുന്ന തരത്തിലുള്ള ഇമേജും പുറത്തിറക്കാൻ ജോൺ ദമാസ്കസിന് സാധിച്ചു. എങ്ങനെയുണ്ട് ജോൺ 3 കൈയുള്ള മാതാവിൻ്റെ അവസ്ഥ? ഇപ്പം മനസ്സിലായില്ലേ? 3 കൈയുള്ള മാതാവ് എങ്ങനെയാണ് സഭയിൽ ഉണ്ടായതെന്ന്? നിങ്ങളുടെയൊന്നും വീടുകളിൽ ഒരുപക്ഷെ ഇത് കാണത്തില്ല. എന്നാൽ 8-ാം നൂറ്റാണ്ടിൽ ഇത് കിടക്കുക. 8-ാം നൂറ്റാണ്ടിൽ ഇങ്ങനെ ഒരു സത്യം കിടക്കുകയാണ്. കത്തോലിക്ക സഭയ്ക്ക് ഇത് അറിയാമെന്നുള്ളതാണ്. പിന്നെ എന്തുകൊണ്ടാണ് 3 കൈയുള്ള മാതാവ് നമ്മുടെ വീട്ടിൽ വരാത്തത്? 3 കൈയുള്ള മാതാവിനെ, 2 കൈ മാതാവിന് ഓൾറെഡി ഉള്ളത്, 1 കൈ ജോൺ ദമാസ്കസിൻ്റെ സംഭാവന, അങ്ങനെ 3 കൈ. ഈ 3 കൈയുള്ള മാതാവിനെ ജോൺ സന്യാസിയായി ജീവിച്ച
സെൻറ്റ് സാവ ആശ്രമത്തിലേക്ക് കൊണ്ടുപോവുകയും 13-ാം നൂറ്റാണ്ടിൽ സെർബിയയിലെ മെത്രാപ്പോലിത്തയായിരുന്ന വിശുദ്ധ സാവയ്ക്ക് അത് സമ്മാനമായി കൊടുക്കുകയും ചെയ്തു. നിങ്ങൾ ഈ കാണുന്ന രൂപം, ഈ കാണുന്ന 3 കൈയുള്ള രൂപം, ഇത് അത്ഭുത രൂപമാണ്. 3 കൈയുള്ള രൂപം, ഇതുപോലെയുള്ള സ്വപ്നങ്ങൾ, ഇതുപോലെയുള്ള ദർശനങ്ങൾ. വേദന കൊണ്ട് പിളഞ്ഞുടങ്ങിയപ്പോൾ അദ്ദേഹം സ്വപ്നം കണ്ടു, അദ്ദേഹം ദർശനം കണ്ടു. ഒരു കൈയുമായി മാതാവ് വന്നു, ഇദ്ദേഹത്തിനെ സൗഖ്യമാക്കി. ഉറക്കമുണർന്നപ്പോൾ കൈ ഓക്കെ. അപ്പോൾ എന്ത് ചെയ്തു? ഇനി അതേ മാതാവിന് ഒരു കൈ അങ്ങ് സമ്മാനിക്കുക. അതാണ് ജോൺ ദമാസ്കസിൻ്റെ മരിയ ഭക്തിയും ജോൺ ദമാസ്കസിൻ്റെ അകത്ത് വന്ന ഒരു 3 കൈയുള്ള മാതാവിനെ സഭയ്ക്കും നാട്ടുകാർക്കൊക്കെ സമ്മാനിച്ചത്. അപ്പോൾ 3 കൈയുള്ള മാതാവിൻ്റെ അപ്പൻ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ജോൺ ദമാസ്കസ് ആണ്. അദ്ദേഹത്തിൻ്റെ സൃഷ്ടിയാണ്, അദ്ദേഹത്തിൻ്റെ ഉള്ളിലെ ഭാവനയാണ്, അദ്ദേഹത്തിൻ്റെ അകത്ത് വിരിഞ്ഞ സത്യമാണ്. ഇതുപോലെയാണ് ഇപ്പോൾ മറ്റൊരു മാതാവ്. ആ മാതാവിനെ ക്ലോക്ക് മാതാവ് എന്ന് പറയും. ക്ലോക്ക് മാതാവ്, ഈ കാണുന്നത് ക്ലോക്ക് മാതാവാണ്. കാരണം സമയം അതിൻ്റെ പൂർത്തിയായപ്പോൾ കന്യകയിലൂടെ ദൈവം തൻ്റെ പദ്ധതി വെളിപ്പെടുത്തി. അതുകൊണ്ട് ഒരു ചാര വിഗ്രഹത്തെ ഉണ്ടാക്കി ആലപ്പുഴയിൽ വച്ചിട്ട് എന്ത് ചെയ്തു? അതിൻ്റെ നെഞ്ചത്ത് ഒരു ക്ലോക്കും വെച്ചു. അജണ്ട കമ്പനിയാണോ ഓർപ്പാറ്റാണോ ഏത് കമ്പനിയാണെന്ന് അറിയത്തില്ല, ചിലപ്പോൾ കൃപാസനം കമ്പനിയുടെ ആയിരിക്കാം. എന്തായാലും ശരി, ഒരു മൺവിഗ്രഹത്തിനകത്ത് ഒരു ക്ലോക്ക് വെച്ച ഒരു മാതാവാണ് ഇപ്പോൾ കൃപാസനം ചാരമാതാവായി ഇരിക്കുന്നത്. ഇത് വി പി അച്ഛനുണ്ടായ ഒരു ദർശനവും വി പി അച്ഛനുണ്ടായ ഒരു സ്വപ്നവുമായി ആണ്. ഇപ്പോൾ എന്ത് സംഭവിച്ചു? ഇതാ കോടികൾ അവർ നേടിക്കൊണ്ടിരിക്കുന്നു. നിങ്ങൾ മുടിഞ്ഞ് കുത്തുവാളെടുത്തുകൊണ്ടിരിക്കുന്നു. രണ്ടാമത്, നിങ്ങൾ വിശുദ്ധ ഉടമ്പടിക്കെതിരെ, കർത്താവായ യേശുവിൻ്റെ തിരുശരീര രക്തങ്ങൾക്കെതിരെയാണ് പാപം ചെയ്യുന്നത് എന്നറിഞ്ഞുകൊള്ളണം. ഒരു മണ്ണിൻ്റെ മുൻപിൽ പോയി ഉടമ്പടി ഉണ്ടാക്കുന്നു. യേശുവിൻ്റെ കാൽവരിയിലെ ഉടമ്പടിയേക്കാൾ മുകളിലാണോ ഈ മൺ വിഗ്രഹത്തിൻ്റെ മുമ്പിലുള്ള ഉടമ്പടി, ഈ ക്ലോക്ക് മാതാവിൻ്റെ ഉടമ്പടി? ഇദ്ദേഹം ക്ലോക്ക് വെച്ച് ആദ്യം ഇങ്ങനെ ഇറക്കി. അന്നത്തെ മെത്രാൻ സഭ അല്ലെങ്കിൽ അന്നത്തെ കേരള സഭയിലെയോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ തന്നെ കോൺഗ്രിഗേഷനിലുള്ള ഏതെങ്കിലും ബിഷപ്പോ ഇടപെട്ട് ആ ക്ലോക്ക് മാതാവിനെ അങ്ങ് മാറ്റിയതിന് ശേഷം ആ ക്ലോക്ക് ഇരുന്ന സ്ഥലത്ത് ഇപ്പോൾ ഒരു ആപ്പിൾ പോലത്തെ ഒരു സാധനം എടുത്തു വച്ചിരിക്കുകയാണ്. ഹൃദയം എടുത്ത് വച്ചിരിക്കുകയാണ്. എങ്ങനെയുണ്ട്? ക്ലോക്ക് മാതാവ് എന്ത് മാതാവായി? കൃപാസന മാതാവായി. ക്ലോക്ക് മാതാവ് മാതാവിലൂടെയാണ് ലോകം പോകുന്നത്, മാതാവിലൂടെയാണ് സമയം പോകുന്നത്, മാതാവാണ് ഇതിനെ കൺട്രോൾ ചെയ്യുന്നത് എന്നൊക്കെ തരത്തിൽ അദ്ദേഹം പ്രസംഗിച്ചു. ചില വചനപ്രഘോഷകരായ വൈദികർക്ക് സ്വപ്നങ്ങളും ദർശനങ്ങളും ഉണ്ടാകുന്നു. ഇവിടെ ജോൺ ദമാസ്കസിന് ഉണ്ടായതുപോലുള്ള ചില സ്വപ്നങ്ങളും ദർശനങ്ങളും ഒക്കെയാണ് ഇതിൻ്റെ പുറകിൽ എന്നുള്ളത് നിങ്ങൾ അറിഞ്ഞുകൊള്ളുക. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾ ഐക്കണോക്ലാസ്റ്റുകളാണോ? ഞങ്ങൾ ഒരിക്കലും ഐക്കണോക്ലാസ്റ്റുകളല്ല. ഐക്കണോക്ലാസം മുസ്ലിമുമായി ചേർന്നിട്ടുള്ളതാണ്, ഇസ്ലാം മതവുമായി ചേർന്നിട്ടുള്ളതാണ് ഐക്കണോക്ലാസം. ഇസ്ലാം മതത്തോട് ചേർന്ന് നിന്ന് വിഗ്രഹത്തെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന ഒരു കൂട്ടരുണ്ടായിട്ടുണ്ട് ആദിമസഭയിൽ. പക്ഷെ ലയോ മൂന്നാമൻ ചക്രവർത്തി അതാണ് എന്ന് ചരിത്രങ്ങളിലോ ചരിത്ര പണ്ഡിതന്മാരോ പറയുന്നില്ല. അദ്ദേഹം സഭാസ്നേഹിയായിരുന്നു എന്നാണ് അറിയപ്പെടുന്നത്. ചർച്ചുകളിൽ ഐക്കൺ പാടില്ല എന്ന് പറഞ്ഞ് ശക്തമായി, വിഗ്രഹങ്ങൾ പാടില്ല എന്ന് പറഞ്ഞ് ശക്തമായി സംസാരിച്ച വ്യക്തിയായിരുന്നു ലയോ മൂന്നാമൻ രാജാവ്. എന്നാൽ അന്ന് സഭ എന്ത് ചെയ്തു? ഇസ്ലാമുമായി ചേർന്നാണ് വിഗ്രഹങ്ങൾക്കെതിരെ ഇവർ സംസാരിക്കുന്നതെന്ന് പറഞ്ഞ് ഐക്കണോക്ലാസ്റ്റുകളായി പ്രഖ്യാപിച്ചപ്പോൾ നിങ്ങളോട് ഞങ്ങൾ പറയട്ടെ, ഞങ്ങൾ ഐക്കണോക്ലാസ്റ്റുകളല്ല. ഞങ്ങൾ ഇസ്ലാമിനോട് ചേർന്നോ അല്ലെങ്കിൽ പെന്തക്കോസ്തിനോട് ചേർന്നോ അല്ലെങ്കിൽ യഹോവ സാക്ഷികളോട് ചേർന്നോ നിരീശ്വരവാദികളോട് ചേർന്നോ അല്ല ഞങ്ങൾ നിൽക്കുന്നത്. പകരം ഞങ്ങൾ നിൽക്കുന്നത് വിശുദ്ധ ബൈബിളിനകത്തുള്ള ഒരു വചനത്തിൻ്റെ സത്യത്തിലാണ്. വിശുദ്ധ ബൈബിളിനകത്തുള്ള ഒരു വചനത്തിൻ്റെ സത്യത്തിൽ നിന്നാണ് ഞങ്ങൾ നിങ്ങളോട് പ്രഘോഷിക്കുന്നത്. ആ വചനം ഇപ്രകാരമാണ്. 1 കൊരിന്ത്യർ അതിൻ്റെ 12-ാം അധ്യായത്തിലെ തിരുവചനങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിരുന്നത്. സഹോദരരെ, നിങ്ങൾ ആത്മീയ ദാനങ്ങളെക്കുറിച്ച് അറിവുള്ളവരായിരിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ വിജാതീയരായിരുന്നപ്പോൾ സംസാരശേഷിയില്ലാത്ത വിഗ്രഹങ്ങളുടെ അടുത്തേക്ക് അബദ്ധസഞ്ചാരം ചെയ്തിരുന്നത് ഓർക്കുന്നുണ്ടല്ലോ. ഇവിടെ പൗലോസ് സഭയോട് പറയുന്നത്, നിങ്ങൾ ജാതികളായിരുന്നപ്പോൾ നിങ്ങൾ സംസാരശേഷിയില്ലാത്ത വിഗ്രഹങ്ങളുടെ അടുത്തേക്ക് നിങ്ങൾ യാത്ര ചെയ്തത് ഓർക്കുന്നുണ്ടല്ലോ. കണ്ടോ? അപ്പോൾ വിഗ്രഹത്തിലേക്ക് ഒരുത്തൻ യാത്ര ചെയ്യുന്നെങ്കിൽ, വിഗ്രഹത്തിൻ്റെ മുമ്പിൽ പോയി ഒരുത്തൻ പ്രാർത്ഥിക്കുന്നെങ്കിൽ അവനെ ജാതിയായിട്ടാണ് സഭ കണ്ടിരുന്നത്. അവനെ ജാതികളായിട്ടാണ്. കാരണം അവനിൽ ആത്മാവില്ല. ആത്മാവുള്ള ഒരുവൻ പോലും വിഗ്രഹത്തിലേക്ക് പോയി പ്രാർത്ഥിക്കത്തില്ല. അപ്പോൾ ആത്മാവില്ലാത്തവനെ വിജാതികൾ എന്നാണ് വിളിച്ചു വരുന്നത്. അതായത് ദൈവാത്മാവിൽ ജീവിക്കാത്ത ഏതൊരു വ്യക്തിയും അവരെ വിജാതികളായിട്ടാണ് സഭ കാണുന്നത്. അവർ എന്ത് ചെയ്യും? അവർ സംസാരശേഷിയില്ലാത്ത വിഗ്രഹങ്ങളുടെ അടുത്തേക്ക് അബദ്ധസഞ്ചാരം ചെയ്തിരുന്നത് ഓർക്കുന്നുണ്ടല്ലോ. 3-ാമത്തെ വാക്യം നോക്കിയേ. ദൈവാത്മാവ് മുഖേന സംസാരിക്കുന്നവരാരും
യേശു ശപിക്കപ്പെട്ടവനാണ് എന്ന് ഒരിക്കലും പറയുകയില്ല എന്നും യേശു കർത്താവാണ് എന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേന അല്ലാതെ ആർക്കും സാധിക്കുകയില്ല എന്നും നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഇവിടെ നിങ്ങൾ എൻ്റെ കൂടെ ശ്രദ്ധിക്കണം. നിങ്ങൾ ജാതികളായിരുന്നപ്പോൾ എന്ത് ചെയ്തു? വിഗ്രഹത്തിൻ്റെ പുറകെ പോയി, വിഗ്രഹത്തിൻ്റെ പോയി നിങ്ങൾ പ്രാർത്ഥിച്ചു. എന്നാൽ ദൈവാത്മാവ് മുഖേന സംസാരിക്കുന്നവർ, പരിശുദ്ധാത്മാവ് നിറഞ്ഞിട്ടാണ് ഒരാൾ സുവിശേഷം പറയുന്നതെങ്കിൽ അങ്ങനെയുള്ളവരാരും തന്നെ, അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് അയച്ച ശിഷ്യരാണ് യേശുക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നതെങ്കിൽ അങ്ങനെയുള്ളവരാരും തന്നെ യേശു ശപിക്കപ്പെട്ടവനാണെന്ന് ഒരിക്കലും പറയുകയില്ല എന്നും. എന്താണ് ശപിക്കപ്പെടുക? എന്തിനാണ് ശപിക്കപ്പെടുക എന്ന് പറഞ്ഞാൽ, ഇവിടെ നിങ്ങൾക്ക് ഞാൻ മറ്റൊരു വചനം കാണിച്ചു തരുവാണ്. നിയമാവർത്തനം 27:15. കർത്താവിന് നിന്ദ്യമായ ശില്പവേല, കൊത്തിയോ വാർത്തോ ഉണ്ടാക്കിയ വിഗ്രഹം രഹസ്യത്തിൽ പ്രതിഷ്ഠിക്കുന്നവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. അപ്പോൾ ജനമെല്ലാം ഉത്തരം പറയണം, ആമേൻ, അവൻ ശപിക്കപ്പെട്ടവൻ. അപ്പം വിഗ്രഹം ഉണ്ടാക്കിയവൻ ശപിക്കപ്പെട്ടവൻ. ഒന്നാമത്തെ വചനം നിങ്ങൾ ശ്രദ്ധിക്കണമേ. അടുത്ത വചനം ജ്ഞാനത്തിൻ്റെ പുസ്തകം 14-ാം അധ്യായം 8-ാമത്തെ വാക്യം. ജ്ഞാനം 14:8. കരനിർമ്മിത വിഗ്രഹം ശപിക്കപ്പെട്ടതാണ്, അത് നിർമ്മിച്ചവനും ശപിക്കപ്പെട്ടവൻ. കരനിർമ്മിതം, കൈകൊണ്ട് ഉണ്ടാക്കിയ വിഗ്രഹം, അത് കൊത്തിയോണ്ടോ വാർത്തോ കളിമണ്ണിലോ സിമെന്റിലോ തടിയിലോ എങ്ങനെയെങ്കിലും ഉണ്ടാക്കി അതിൽ ക്ലോക്ക് വെച്ചോ 3 കൈ വെച്ചോ ഇനി അതിൻ്റെ മുകളിൽ ഈ എന്തൊക്കെ വെച്ചോ അതൊക്കെ ഉണ്ടാക്കിയവൻ. ഇതെല്ലാം കരനിർമ്മിതമാണ്, അതത് മനുഷ്യനുണ്ടാക്കിയതാണ്, അത് ശപിക്കപ്പെട്ടതാണ്. കരനിർമ്മിത വിഗ്രഹം ശപിക്കപ്പെട്ടതാണ്. ഇത് ജ്ഞാനത്തിൻ്റെ പുസ്തകം 14-ാം അധ്യായം 8-ാമത്തെ വാക്യമാണ്. അത് നിർമ്മിച്ചവനും ശപിക്കപ്പെട്ടവൻ. അപ്പം ഇങ്ങനെ ഒരു ഐഡിയോളജി ഉണ്ട്. സമയം പോകുന്നത് മാതാവിൻ്റെ നെഞ്ചത്തൂടെയാണ് എന്ന് പറയുമ്പോൾ അവൻ്റെ അങ്ങനെ പ്ലാൻ ചെയ്ത ഒരു വ്യക്തിയുടെ ഐഡിയ ഉണ്ടോ? അതിനുവേണ്ടി കുറച്ച് വചനങ്ങൾ കണ്ടെത്തും. അപ്പോൾ ആ ഐഡിയ കൊണ്ടു കൊടുത്ത വ്യക്തിയിൽ ശാപഗ്രസ്തമായ ആത്മാവിരിക്കുവാണ്. എന്നിട്ട് ഒരു കരനിർമ്മിത വിഗ്രഹം ഉണ്ടാക്കി അതിൻ്റെ മുമ്പിൽ പോയി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾ ഈ ഒരു വീഡിയോ നോക്കുക. നിങ്ങൾ നോക്കുക. കണ്ടോ? ഈ ഒരു സഹോദരി, 2 സഹോദരിമാർ സാക്ഷ്യം പറയുന്നു. ആ സാക്ഷ്യം പറയുമ്പോൾ മദ്ബഹായിൽ നിന്ന്, അൽത്താരിൽ നിന്നും ആ മേശപ്പുറത്ത് വെച്ച് ഏതാണ്ട് അദ്ദേഹം എഴുതുന്നു. ആ എഴുതിയത് ആരുടെയോ പ്രാർത്ഥന വിഷയമായിരിക്കാം. ആ വിഷയവുമായി അദ്ദേഹത്തിൻ്റെ അടുക്കൽ ഒരു ക്രൂശിത രൂപമുണ്ട്, അതിലൊരു മനുഷ്യൻ കിടപ്പുണ്ട്. അതിൽ തൊടാതെ ആ ചാരമാതാവിൻ്റെ അടുക്കൽ പോയി അതിൽ മുട്ടിച്ച് ഇത് പ്രാർത്ഥിക്കുന്നത് കണ്ടോ? ഏതാണ്ടൊക്കെ ചൊല്ലുന്നു. മന്ത്രം ചൊല്ലുവാണോ ആഭിചാരം നടത്തുവാണോ ഒന്നും അറിയത്തില്ല കേട്ടോ, അതൊന്നും അറിയത്തില്ല. അത് കഴിയുന്നു, നേരെ തിരിച്ച് പോകുന്നു, തിരിച്ച് വന്നു നിൽക്കുന്നു. ഇത് കണ്ടല്ലോ, ഇതുപോലും കാണിക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇതുപോലും കാണിച്ചു കഴിഞ്ഞാൽ കാണിക്കുന്നവനെ തെറി വിളിക്കുന്നതാണ്. അപ്പോൾ ഇപ്പം ബൈബിളിൻ്റെ വചനമനുസരിച്ച് ഇപ്പോൾ എന്താണ്? ശപിക്കപ്പെട്ടതിൻ്റെ അടുക്കൽ പോയി നിന്ന് ശാപഗ്രസ്തമായിട്ട് ഉള്ള ആത്മാവ് ആ വിഷയത്തിൻ്റെ മേൽ വരാൻ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. അതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനി മറ്റൊരു വചനം നോക്കിയേ. ഗലാത്യ 1:8. ഞാൻ നിങ്ങളോട് പ്രസംഗിച്ചതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സുവിശേഷം ഞങ്ങൾ തന്നെയോ സ്വർഗത്തിൽ നിന്നൊരു ദൂതൻ തന്നെയോ നിങ്ങളോട് പ്രസംഗിച്ചാൽ അവൻ ശപിക്കപ്പെട്ടവനാകട്ടെ. എന്ന് പറഞ്ഞാൽ പൗലൂസ്, അപ്പസ്തോലന്മാരൊക്കെ വിഗ്രഹങ്ങൾക്കെതിരെ സംസാരിച്ചവരാണ് കേട്ടോ. വിഗ്രഹങ്ങൾക്കെതിരെ സംസാരിച്ചവരാണ് പൗലോസും അപ്പസ്തോലന്മാരും ഒക്കെ. ആദിമസഭ മരണകരമായ പാപമായി കണ്ടിരുന്നതിൽ ഒരു പ്രധാനപ്പെട്ട ഒന്നായിരുന്നു വിഗ്രഹ ആരാധന. കാരണം കർത്താവായ ദൈവത്തെ കളഞ്ഞിട്ട് ഒരു കളിമൺ വിഗ്രഹത്തിൻ്റെ മുമ്പിൽ പോയി ദൈവമേ എന്ന് വിളിക്കാൻ മനസ്സ് വയ്ക്കുന്ന അവനെ ശപിക്കപ്പെട്ട അവസ്ഥയിലേക്ക് സഭ മാറ്റിയിരുന്നു. ആദിമസഭ അത് ചെയ്തിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ നമ്മൾ വായിച്ച വചനം, ഞങ്ങൾ പ്രസംഗിച്ചതിൽ നിന്ന് വ്യത്യസ്തമായി ഒരു സുവിശേഷം, ഒരാൾക്ക് ദർശനമുണ്ടായി, ഒരാൾക്ക് സ്വപ്നമുണ്ടായി, അതുകൊണ്ട് അവർക്കുണ്ടായ സ്വപ്നം കറക്റ്റാണ്, അവർക്കുണ്ടായ ദർശനം കറക്റ്റാണ്, അത് കറക്റ്റ് തന്നെയാണ്, അത് ദൈവത്തിൻ്റെതാണ് എന്ന് പറഞ്ഞൊരുവൻ വന്നു കഴിഞ്ഞാൽ ബൈബിൾ എഴുതിയിട്ടുള്ളത് പലതും ശാപഗ്രസ്തമെന്നാണ്. ആയതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇവിടെ ഐക്കണോക്ലാസ്റ്റിക്കുകളായി കുറേ പേരെ ചിത്രീകരിച്ചിട്ടുണ്ട്. എന്നാൽ ആത്മാവിൻ്റെ ശക്തി നിറഞ്ഞ് ദൈവദാസന്മാർ പറയുന്നത് നിങ്ങൾ ശ്രദ്ധിക്കുക. ദൈവാത്മാവ് മുഖേന സംസാരിക്കുന്നവരാരും യേശു ശപിക്കപ്പെട്ടവനാണ് എന്ന് ഒരിക്കലും പറയുകയില്ലെന്നും, അതായത് ശപിക്കപ്പെട്ടത് വിഗ്രഹത്തെ,
ശപിക്കപ്പെട്ട വസ്തുവായിട്ടാണ് കാണുന്നത്, ശാപഗ്രസ്തമുള്ള വസ്തുവായിട്ടാണ് കാണുന്നത് വിഗ്രഹത്തെ. ഞാൻ നിങ്ങൾക്ക് 2-3 തെളിവുകൾ തന്നു വിഗ്രഹത്തെ. ഇനി എന്തുകൊണ്ടാണ് ഇവിടെ രണ്ടാമത്തെ വാക്യത്തിൽ നിങ്ങൾ വിജാതികളായിരുന്നപ്പോൾ സംസാരശേഷിയില്ലാത്ത വിഗ്രഹങ്ങളുടെ അടുക്കലേക്ക് നിങ്ങൾ അബദ്ധസഞ്ചാരം ചെയ്തു പോയി. എന്നാൽ ദൈവാത്മാവ് മുഖേന നിങ്ങൾ സംസാരിച്ചപ്പോഴോ അവരാരും യേശു ശപിക്കപ്പെട്ടവൻ, അതായത് യേശു ശാപഗ്രസ്തമായ വിഗ്രഹത്തിനകത്തോ തിരുസ്വരൂപത്തിനകത്തോ ഇല്ല എന്ന് പരിശുദ്ധാത്മാവ് പറയുന്നത് യേശു സ്വരൂപത്തിനകത്തില്ല, യേശു കളിമണ്ണിനകത്തില്ല. പകരം യേശു നിന്റെ അകത്ത് വരും. പകരം യേശു നിന്റെ അകത്താണ് വരുന്നത്, അല്ലാതെ മണ്ണിനകത്തല്ല യേശു ക്രിസ്തു വരുന്നത്. യേശു വരുന്നത് നിന്റെ ഹൃദയത്തിനകത്താണ്, നിന്റെ ശരീരത്തിലാണ് വരുന്നത്. സ്തോത്രം. അപ്പോൾ ഇനി നോക്കി, ദൈവാത്മാവ് മുഖേന സംസാരിക്കുന്നവരാരും യേശു ശപിക്കപ്പെട്ടവനാണ് എന്ന് ഒരിക്കലും പറയുകയില്ലെന്നും, ഇനി ജീവൻ പോകേണ്ടി വന്നാലും ശരി, സമൂഹദ്രോഹി എന്ന് വിളിച്ചാലും ശരി, രാജ്യദ്രോഹി എന്ന് വിളിച്ചാലും ശരി, സഭയ്ക്കെതിരെ നിൽക്കുന്നവനെന്ന് വിളിച്ചാലും ശരി, ഈ കുടുംബത്തെ മുഴുവൻ കത്തിച്ചു കൊല്ലുമെന്ന് വിളിച്ചാലും ശരി, ദൈവാത്മാവിൻ്റെ കൃപയാലാണ് ഒരുവൻ യേശുക്രിസ്തുവിനെ പ്രഘോഷിക്കുന്നതെങ്കിൽ അവൻ ഒരിക്കലും യേശു വിഗ്രഹത്തിലാണെന്ന് പറയത്തില്ല എന്നാണ് പരിശുദ്ധാത്മാവ് പറയുന്നത്. സ്തോത്രം. ആ വചനത്തിൻ്റെ പൂർത്തീകരണത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ യേശു ഒരിക്കലും ശപിക്കപ്പെട്ടവനാണെന്ന് പറയുകയില്ലെന്നും യേശു കർത്താവാണ് എന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേന അല്ലാതെ ആർക്കും സാധിക്കുകയില്ലെന്നും നിങ്ങൾ ഗ്രഹിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്ന് വെച്ചാൽ യേശു കർത്താവാണ്, എനിക്ക് എൻ്റെ സകല കാര്യങ്ങളും നിയന്ത്രിക്കുന്ന, എൻ്റെ സകല കാര്യങ്ങളും ഏറ്റെടുക്കുന്ന, എൻ്റെ A to Z കാര്യങ്ങൾ ക്രമപ്പെടുത്തുന്ന എൻ്റെ യേശു, എൻ്റെ എല്ലാ കാര്യങ്ങളും ക്രമപ്പെടുത്തുന്നത് സ്വർഗത്തിൽ ജയാളിയായിരിക്കുന്ന സാത്താൻ്റെ തലയെ തകർത്ത എൻ്റെ യേശുവാണ് എന്ന് പറയണമെങ്കിൽ, അല്ല അത് പരിശുദ്ധാത്മാവ് മുഖേന അല്ലാതെ ആർക്കും പറ്റത്തില്ലെന്നും നിങ്ങൾ അറിയണമെന്ന് ആഗ്രഹിക്കുന്നു. എന്ന് പറഞ്ഞാൽ, നിനക്കെങ്ങനെയായി ജോലി കിട്ടിയത്? കർത്താവിൻ്റെ കൃപ. നിനക്കെങ്ങനെ കുഞ്ഞുങ്ങളെ കിട്ടിയത്? കർത്താവിൻ്റെ കൃപയാൽ. നിനക്കെങ്ങനെ വരുമാനം ഉണ്ടായത്, നിലനിൽക്കുന്നത്? കർത്താവിൻ്റെ കൃപയാൽ. നിനക്കെങ്ങനെ ആരോഗ്യം നിൽക്കുന്നത്? കർത്താവിൻ്റെ കൃപയാൽ. നിനക്കെങ്ങനെ ഇത്രയും പ്രശ്നമുണ്ടായിട്ടും സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുന്നത്? കർത്താവിൻ്റെ കൃപയാൽ. ഇത് പറയണമെങ്കിൽ അവർ ചോദിക്കും, നിനക്കിതെങ്ങനെ സാധിക്കുന്നു? യേശു എൻ്റെ കർത്താവാണ്, യേശു എൻ്റെ ദൈവമാണ്, യേശു എൻ്റെ എല്ലാ കാര്യങ്ങളും, രഹസ്യവും പരസ്യവുമായ എല്ലാ കാര്യങ്ങളും, എൻ്റെ രഹസ്യ ജീവിതത്തിലും പരസ്യ ജീവിതത്തിലുമുള്ള എല്ലാ കാര്യങ്ങളും എൻ്റെ യേശു കൺട്രോൾ ചെയ്യുന്നവനാണ്. എൻ്റെ യേശു എന്നെ അതുപോലെ സ്നേഹിക്കുന്നവനാണ് എന്ന് പറയുവാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ മറ്റാർക്കും പറ്റത്തില്ല എന്ന് പൗലോസ്ലീഹയിലൂടെ പരിശുദ്ധാത്മാവ് പറയുകയാണ്. അപ്പോൾ മറ്റുള്ളവർ പറയും, ഞങ്ങളും പറയുന്നുണ്ടല്ലോ യേശുവാണ് ഞങ്ങൾക്ക് ചെയ്തു തന്നതെന്ന്. അതെ, നീ പറയുന്ന യേശു ഏതാണ്? നീ നേർച്ച നേർന്നപ്പോൾ, നീ പൂമാലയിട്ടപ്പോൾ, നീ മെഴുകുതിരി ഇട്ടപ്പോൾ, നീ ആളുരൂപം വെച്ചപ്പോൾ, നീ കാലുരൂപം വെച്ചപ്പോൾ, പാമ്പ് രൂപം വെച്ചപ്പോൾ, നീ ഇഷ്ടിക കൊണ്ട് ചുമന്നപ്പോൾ, നീ തൊട്ടിൽ കെട്ടിയപ്പോൾ, നീ പൂട്ടും താക്കോലും കൊണ്ടിട്ടപ്പോൾ, നീ തെങ്ങും തൈ കൊണ്ട് വെച്ചപ്പോൾ, ഇങ്ങനെയുള്ള നേർച്ചകൾ, വിഗ്രഹത്തിൻ്റെ മുമ്പിൽ വയ്ക്കുന്ന കാഴ്ചകൾ, നീ ഉരുണ്ടപ്പോൾ, തുലാഭാരം നടത്തിയപ്പോൾ, ചൂല് കൊണ്ടടിച്ചപ്പോൾ, ഇങ്ങനെയൊക്കെയല്ലേ നീ പറയുന്നത് നിനക്ക് കിട്ടിയിട്ടുള്ള കാര്യങ്ങൾ? ഇങ്ങനെ കിട്ടിയിട്ടുള്ള കാര്യങ്ങളുടെ പുറകിൽ ഒരിക്കലും യേശുക്രിസ്തുവിൻ്റെതാണെന്ന് പരിശുദ്ധാത്മാവോ വിശുദ്ധ ബൈബിളോ പറയുന്നില്ല. അതാണ്, യേശു കർത്താവാണെന്ന് പറയാൻ പരിശുദ്ധാത്മാവ് മുഖേനയല്ലാതെ മറ്റാർക്കും സാധിക്കത്തില്ല. അപ്പോൾ നേർച്ച നേർന്ന് കാര്യം സാധിച്ചവൻ്റെ അകത്ത് പരിശുദ്ധാത്മാവില്ല എന്നാണ് ഇവിടെ ബൈബിൾ പറയുന്നത്. അതായത് വിഗ്രഹത്തിലൂടെ നീ ചോദിച്ചു, വിഗ്രഹത്തിലൂടെ പ്രവർത്തിക്കുന്ന ശക്തിയായ സാത്താൻ നിനക്ക് തന്നു. അത് യേശുവിൻ്റെതല്ല. സാത്താൻ കള്ളനും കൊലപാതകിയും മോഷ്ടാവുമാണ്. നിന്റെ സകലതും മോഷ്ടിക്കും. ഇപ്പോൾ നിന്റെ വിശുദ്ധിയില്ല, സകലതും മോഷ്ടിക്കും. ഇപ്പോൾ നിന്റെ തലമുറകൾ വഴിതെറ്റി. നിന്റെ വിഗ്രഹം അത് ശപിക്കപ്പെട്ടത്, ശാപഗ്രസ്തം. എന്നാൽ യേശു ക്രിസ്തു ശാപഗ്രസ്തമല്ല, യേശു ദൈവമാണ്. ആമേൻ. പ്രിയപ്പെട്ടവരെ, ഐക്കണോക്ലാസ്റ്റുകളായി ഞങ്ങളെ ചിത്രീകരിക്കേണ്ട ഞങ്ങൾ ഈ വചനത്തിൻ്റെ സാക്ഷികളാണ്. ഐക്കണോക്ലാസ്റ്റുകളായി ഇസ്ലാമിനോടൊപ്പം ചേർന്നോ, നിരീശ്വരവാദികളോടൊപ്പം ചേർന്നോ, പെന്തക്കോസ്ത് സമൂഹത്തോടൊപ്പം ചേർന്നോ, അല്ലെങ്കിൽ
യഹോവ സാക്ഷികളോടൊപ്പം ചേർന്ന് ആണ് ഇവർ ഇങ്ങനെ വാദിക്കുന്നത് എന്ന് ഒരു പക്ഷേ നിങ്ങളിൽ ആരെങ്കിലും ചിന്തിച്ചേക്കാം. കത്തോലിക്കക്കെതിരെ, അല്ലെങ്കിൽ വിഗ്രഹ ആരാധന നടത്തുന്ന സഭകൾക്കെതിരെ, അല്ലെങ്കിൽ അല്ലെങ്കിൽ തിരുസ്വരൂപങ്ങളെ വണങ്ങുന്നവർക്കെതിരെ പെന്തക്കോസ്ത് ഗ്രൂപ്പ് ഉയർന്നിട്ടുണ്ട്, യഹോവ സാക്ഷികൾ ഉയർന്നിട്ടുണ്ട്, ഇസ്ലാമിസ്റ്റുകൾ ഉയർന്നിട്ടുണ്ട്. അക്കൂട്ടത്തിൽ പെട്ടവരാണ് ഞങ്ങളെ നിങ്ങളിൽ ആരെങ്കിലും വിധി എഴുതിയാൽ ഞങ്ങൾ അതല്ല എന്ന് പറഞ്ഞുകൊള്ളുന്നു. ഞങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കറക്റ്റ് ശിഷ്യത്വത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്ന സഹോദരങ്ങളാണ്. യേശുക്രിസ്തുവിൻ്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുന്നവരാണ് ഞങ്ങൾ. അതുകൊണ്ടാണ് നിങ്ങളെ വഞ്ചിക്കാൻ ഒരു വ്യക്തിക്കും അവസരം തരാതെ കറക്റ്റ് വചനത്തിൻ്റെ റൂട്ടിൽ കൊണ്ടുവരുന്നത്. പ്രിയപ്പെട്ടവരെ, ഞങ്ങൾക്ക് ഒരു സഭകളോടും വിരോധമില്ല, ഒരു സഭാ ശ്രേഷ്ഠന്മാരോടും വിരോധമില്ല, ഒന്നുമില്ല. പക്ഷെ ഒറ്റൊരു കാര്യമുണ്ട്, ദൈവത്തിൽ നിന്ന് നിങ്ങളെ അകറ്റാൻ പലരും തന്ത്രം മെനയുമ്പോൾ ഞങ്ങളെപ്പോലെ ദൈവകൃപയിൽ ജീവിക്കുന്നവർ മിണ്ടാതിരിക്കത്തില്ല. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക. നിങ്ങൾ എന്തായാലും പ്രാർത്ഥിക്കാൻ നിങ്ങൾ ഒരു വിഗ്രഹത്തിലേക്ക് നോക്കുന്നു. നിങ്ങൾ നോക്കുന്നത് മുകളിലേക്ക് നോക്കി പ്രാർത്ഥിക്കുക. ഒരു വചനമുണ്ടല്ലോ, ഇപ്പോൾ നമ്മൾ കണ്ണാടിയിലൂടെ എന്നുവണ്ണം ഒരവ്യക്തമായി കാണുന്നു, അപ്പോൾ അന്ന് നമ്മൾ മുഖാമുഖം കാണും എന്നൊരു വചനമുണ്ടല്ലോ. ആ വചനത്തിന് പോലും വിരുദ്ധമല്ലേ ഇന്നത്തെ ഈ ആരാധന, ഇന്നത്തെ ഐഡിൽ വർഷിപ്പ്? ഈ ഐഡിൽ വർഷിപ്പ് ആ വചനത്തിന് വിരുദ്ധമല്ലേ? ഇന്നു ഞങ്ങൾ വിശ്വാസത്താൽ ആരാധിക്കുന്നേ, അന്നു ഞങ്ങൾ മുഖം കണ്ടു ആരാധിച്ചിടും എന്നല്ലേ നമ്മൾ ആരാധനയിൽ പറയുന്നതും പാടുന്നതും. അപ്പോൾ ഇന്ന് വിശ്വാസത്താൽ ആരാധിക്കുമ്പോൾ അന്ന് മുഖം കണ്ട് ആരാധിക്കും എന്നുള്ള ആ വചനത്തെ മാറ്റിയിട്ട് നിങ്ങളെ എന്താ ഇന്നും നിങ്ങൾ മുഖം കാണിക്കുന്നു. ആ മുഖം ആരാണ്? ഒരു കൊലപാതകിയുടെ, അത് ഒരു മനുഷ്യൻ്റെ, നശ്വരനായ മനുഷ്യൻ്റെ. എന്നാൽ ഇന്ന് ആത്മാവിൽ നിറഞ്ഞ് ആ പരിശുദ്ധാത്മാവ് നിങ്ങളെ യഥാർത്ഥ യേശുക്രിസ്തുവിനെ കാണിച്ചു തരുന്നു കഴിഞ്ഞാൽ ആ യേശുക്രിസ്തുവിൽ നിന്ന് ജീവിക്കാൻ യേശുക്രിസ്തു നിങ്ങളുടെ സകല കാര്യങ്ങളും ഏറ്റെടുത്ത് നിങ്ങളെ വഴി നടത്താൻ സർവശക്തിയുള്ളവനാണ്. മൺവിഗ്രഹം അത് നിലത്ത് വീണ് ഉടഞ്ഞു പോകും. അതിന് കണ്ണുണ്ട്, കാണുന്നില്ല, മൂക്കുണ്ട്, മണക്കുന്നില്ല, നാക്കുണ്ട്, സംസാരിക്കുന്നില്ല, അതിന് കാലുണ്ട്, നടക്കാൻ പറ്റുന്നില്ല, കൈയുണ്ട്, അനക്കുന്നില്ല. അതിൻ്റെ മുൻപിൽ, അതൊരു മനുഷ്യനുണ്ടാക്കി വെച്ചിട്ടുള്ളത്, അതിൻ്റെ മുൻപിൽ പോയി കൃപ പ്രാപിക്കുന്ന അതിൻ്റെ മുൻപിൽ പോയി നിങ്ങൾ ശപിക്കപ്പെട്ട ഒരവസ്ഥയിലേക്ക് പോകരുത് എന്നാണ് ഞങ്ങൾ ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നതും. നിങ്ങൾ ദൈവവചനത്തിലേക്ക് കടന്നു വാ. നിങ്ങളുടെ വീട്ടിൽ വിശുദ്ധ ഗ്രന്ഥമുണ്ട്, നിങ്ങളായിരിക്കുന്ന സഭയിൽ വിശുദ്ധ ഗ്രന്ഥമുണ്ട്. നിങ്ങൾ നിങ്ങളുടെ സഭാ ലീഡറിനോട് ചോദിക്കൂ, ഈ പറഞ്ഞ ചില വ്യക്തികൾക്കുണ്ടായ ദർശനങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ബൈബിൾ അടിസ്ഥാനത്തിൽ ശരിയാണോ എന്ന് നിങ്ങൾ ചോദിച്ചു നോക്കൂ. വചനാടിസ്ഥാനത്തിൽ ശരിയാണെങ്കിൽ അവർ ശരിയാണെന്ന് പറയും, അല്ലെങ്കിൽ അല്ലെന്ന് പറയും. മാതാവോ മറ്റ് വിശുദ്ധരോ ഒക്കെ പലർക്കും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അവിടെ നിന്നും വിഗ്രഹങ്ങളെ സ്ഥാപിക്കാനോ ചർച്ചുകളെ പണിയാനോ ഒന്നുമല്ല പറയുന്നത്. അവിടെ എല്ലാം മാനസാന്തരത്തിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നടത്തിയിട്ടുള്ളതിൻ്റെ ചരിത്രങ്ങൾ കിടപ്പുണ്ട്. എന്നാൽ അതെല്ലാം ഹൈഡ് ചെയ്ത് വെച്ചിട്ട് വിഗ്രഹങ്ങളെ ഇത്രമാത്രം പ്രൊമോട്ട് ചെയ്യുന്നെങ്കിൽ അതിൻ്റെ പുറകിൽ ഒരു സത്യമുണ്ട്, അതിൻ്റെ പുറകിൽ ആർക്കൊക്കെയോ ഒരു ലാഭമുണ്ട്. അടുത്ത വീഡിയോയിൽ ഈ വിഗ്രഹം കൊണ്ട് ഉണ്ടാകുന്ന നേട്ടം എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. അതിൻ്റെ തെളിവുകളിലൂടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ടെറസിൻ്റെ മുകളിൽ അല്ലെങ്കിൽ ആകാശത്തേക്ക് നോക്കി നിങ്ങൾ പ്രാർത്ഥിക്കുക. വിഗ്രഹത്തെ നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് കളയുക, ഇമേജുകളെ കളയുക. എന്നിട്ട് ആകാശത്തേക്ക് നോക്കി നിങ്ങൾ പ്രാർത്ഥിക്കുക. ഒരു നിമിഷം എന്നോടൊപ്പം പ്രാർത്ഥിക്കാമോ? കണ്ണുകളെ അടയ്ക്കുവാൻ ഒരു നിമിഷം എന്നോടൊപ്പം പ്രാർത്ഥിക്കാമോ? നിങ്ങളായിരിക്കുന്ന സ്ഥലത്ത് ഒന്നുകിൽ നിങ്ങൾ ആകാശത്തേക്ക് നോക്കുക, ഇല്ലെങ്കിൽ കണ്ണുകൾ അടയ്ക്കുക. നിങ്ങളുടെ അകത്ത് കർത്താവായ ദൈവത്തിൻ്റെ വെളിച്ചം ഇറങ്ങട്ടെ. കരനിർമ്മിത വിഗ്രഹത്തെ ഹൃദയത്തിൽ നിന്ന് കളഞ്ഞിട്ട് ആകാശത്തേക്ക് നോക്കുക. എന്നിട്ട് പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, എൻ്റെ ഹൃദയത്തിലകത്തേക്ക് നീ കടന്നു വരണമേ. അങ്ങ് യഥാർത്ഥത്തിൽ അങ്ങയുടെ ദൈവികത എന്താണെന്ന് അനുഭവിക്കാൻ എന്നെ ഒരുക്കണമേ. കർത്താവായ യേശുവേ, ഇത്രയും നാൾ ഞാൻ വിശ്വസിച്ചിരുന്ന കളിമണ്ണ്, സിമൻ്റ് പ്രതിമ, തടിപ്രതിമ, മനുഷ്യരൂപങ്ങൾ ഇങ്ങനെയുള്ളതിൽ നിന്നല്ല എന്നെ വിടുവിക്കണമേ. കർത്താവേ, എന്നെ പരിശുദ്ധാത്മാവ് നിറഞ്ഞ് പരിശുദ്ധാത്മാവിൻ്റെ കൃപയിൽ അങ്ങയെ കാണാൻ, അങ്ങയെ അനുഭവിക്കാൻ എനിക്ക് കൃപ നൽകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നെ അനുഗ്രഹിക്കണം. അങ്ങയെ കാണാൻ എൻ്റെ ഉൾക്കണ്ണിന് തുറക്കണം. എൻ്റെ അകത്ത് കളിമണ്ണല്ല വളരേണ്ടത്, എൻ്റെ അകത്ത് വളരേണ്ടത് ആത്മാവായ അങ്ങാണ്. ആത്മാവായ ദൈവമായ അങ്ങാണ് എൻ്റെ അകത്ത് വളരേണ്ടത്.
കളിമണ്ണ് എൻ്റെ അകത്ത് വളരണ്ട. കർത്താവേ, അങ്ങയുടെ വലിയ കൃപയാൽ എന്നെ അനുഗ്രഹിക്കണം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ബൈ.